പോകാം ഒരു നന്മയുടെ സ്വരമായി നാദം മോദം നദനായി പാടിടാം ആവേശത്തിലേത് ഉയരുകയും ആത്മാവിലലയടിയായി ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം വായോ പോകാം പാടാം മേളം വായോ പോകാം പാടാം മേളം നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായി ഉയരുക നാം തിന്മയുടെ കളയതു കളയുക നാം സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാൻ വരവാൻ നന്മയുടെ സംഗീതം Voice of Goodness Season 3 Voice of Goodness Season 3 നമസ്കാരം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. Voice of Goodness Season 3 വളരെ അനുഗ്രഹീതരായ കുട്ടികളുടെ വേദിയാണ് നമ്മുടെ വോയിസ് ഓഫ് ഗുഡ്നസ്. ആ കുട്ടികളുടെ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യാം. പോളച്ച സ്വാഗതം, മനോജേട്ടാ സ്വാഗതം, സിസ്ലി സ്വാഗതം. നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത് ഫ്രഷ്ന മരിയ ജുവലിൽ നിന്നാണ്. വരൂ ഫ്രഷ്ന. ഹലോ ഫ്രഷ്ന കുട്ടി. ഇന്നെവിടെ ഫ്രഷ്നയുടെ പൂവൊക്കെ എവിടെ പോയി? പൂ ഞാൻ വെച്ചില്ല. എപ്പോഴും നിങ്ങളൊരു സ്റ്റൈലായിട്ട് മോള് വെച്ചോണ്ടിരിക്കുന്നതായിരുന്നല്ലോ. മോളുടെ ഒരു യുണീക്നെസ് ആയിരുന്നു എപ്പോഴും ഓരോരോ ഫ്രഷ് ഫ്ലവർ. ഈ പ്രാവശ്യം എന്തുപറ്റി അങ്ങനെ ഒരു ചേഞ്ച്? പ്രാവശ്യം വളരെ സിമ്പിൾ ആയിട്ട് വരാന്ന് വിചാരിച്ചു. ആണോ? അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് മോള് പാടാൻ പോകുന്ന സെമി ക്ലാസിക്കൽ റൗണ്ടിലാണോ? അല്ല, ലണ്ടൻ സോങ്. ലണ്ടൻ സോങ് ആണോ? ഓക്കെ. മോളാണോ ഇത് ഫൈനൽ ഡിസൈഡ് ചെയ്ത് എനിക്ക് ഈ പാട്ട് തന്നെ മതി? അമ്മയാണ് സെലക്ട് ചെയ്തിട്ട് എന്നെ കേൾപ്പിച്ചു തന്നു. അപ്പൊ എനിക്ക് എങ്ങനെയുണ്ടെന്ന് പാടി നോക്കാം എന്ന് ആദ്യം വിചാരിച്ചു. കാരണം നമ്മള് ടോണ് സെറ്റ് ആയിട്ടുള്ള പാട്ടാണല്ലോ നമ്മൾ എടുക്കണ്ടേ. അപ്പൊ എന്നിട്ട് ഞാൻ നോക്കി, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, സെലക്ട് ചെയ്തു. ഈശ്വര, കുട്ടികൾക്കൊക്കെ പത്രക്കൊക്കെ തിരിച്ചറിവായി കറക്റ്റ് ടോണൊക്കെ ഉള്ള എനിക്ക് പറ്റുന്ന പാട്ടാണോ എന്നൊക്കെ നോക്കി സെലക്ട് ചെയ്യാൻ മാത്രം കേപ്പബിൾ ആയി എന്തായാലും നമ്മുടെ കുട്ടികൾ എല്ലാവരും. അതൊക്കെ നമ്മുടെ ഗുഡ്നസ് ടി വിയിൽ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ്. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും നമുക്കിനി തുടങ്ങാം. നമ്മളെല്ലാരും കാത്തിരിക്കുന്ന പാട്ട് കേൾക്കാനാണ്. സോ ഫ്രഷ്ന, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടണം കേട്ടോ. Voice of Goodness Season 3 മഹത്വത്തിൽ ചേർപ്പാൻ
ഹൃദയ തടങ്ങളിൽ മൃദുസ്പർശരാഗമായി പെയ്തിറങ്ങൂ ഇരുൾ നിറമായൊരൻ ഹൃദയ തടങ്ങളിൽ മൃദുസ്പർശരാഗമായി പെയ്തിറങ്ങൂ ഇരുളേറിടുമിൻ വഴികളിലെല്ലാം ദീപമായി എന്നിൽ തെളിഞ്ഞിടണേ ഇരുളേറിടുമിൻ വഴികളിലെല്ലാം ദീപമായി എന്നിൽ തെളിഞ്ഞിടണേ ഇടറാതെ എന്നും നടത്തിയിടണേ കാൽവരി മലമേൽ മരക്കുരിശേന്തി മരിച്ചുയർത്തെഴുന്നേറ്റ നാഥാ അനന്തമാമിൻ സ്നേഹം അടിയനിൽ പകരൂ അനവധ്യ നന്മയായി വന്നണയൂ അനന്തമാമിൻ സ്നേഹം അടിയനിൽ പകരൂ അനവധ്യ നന്മയായി വന്നണയൂ അളവില്ലാതെ എൻ അധരങ്ങളെന്നും സ്തുതിഗീതങ്ങൾ പാടിടുവാൻ അളവില്ലാതെ എൻ അധരങ്ങളെന്നും സ്തുതിഗീതങ്ങൾ പാടിടുവാൻ അനുപമ സ്നേഹം നുകർന്നിടുവാൻ കാൽവരി മലമേൽ മരക്കുരിശേന്തി മരിച്ചുയർത്തെഴുന്നേറ്റ നാഥാ മലിനതയകറ്റാൻ മഹിമകൾ വെടിഞ്ഞേ ധരണിയിലെനിക്കായി വന്നവനേ മഹത്വത്തിൽ ചേർപ്പാൻ വന്നവനേ കാൽവരി മലമേൽ മരക്കുരിശേന്തി മരിച്ചുയർത്തെഴുന്നേറ്റ നാഥാ എങ്ങനെയുണ്ട് മോളെ പാടിയിട്ട്? നല്ലത് നന്നായിട്ട് പാടാൻ പറ്റി അല്ലേ? ഇപ്പം ഇത് മോള ഇവിടെ ഈ വേദിയിൽ പാടുന്ന 6ാമത്തെ പാട്ടല്ലേ? അതെ. അപ്പം ഒരു സ്റ്റേജ് ഫിയറും ഇല്ല, ഒന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷിനെ കുട്ടിക്ക് നല്ല സൂപ്പർ ആയിട്ട് പാടാൻ പറ്റി, നല്ലൊരു തുടക്കവും തരാൻ പറ്റി അല്ലേ? അതെ ചോദിക്കട്ടെ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി മോള്. നന്നായിട്ട് പാടി. സിസ്റ്ററിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു കൊള്ളായിരുന്നോ പാടിയതൊക്കെ? ആ ശരി. പൊളിച്ചാ പ്രശ്ന വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു ഫാദർ കൺഗ്രാജുലേഷൻസ്. പാട്ട് പഠിക്കണ്ടേ അല്ലേ? ആ എത്ര നാളായിട്ട്? 2 മാസം തുടങ്ങിയിട്ടുള്ളോ? തുടങ്ങിയതേ ഉള്ളായിരുന്നു. പാട്ട് പ്രാക്ടീസ് ചെയ്യോ വീട്ടില് സാധാരണ? എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? ഡാഡിയോടും മമ്മിയോടും ചോദിക്കേണ്ടി വരും അല്ലേ? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആള് വീട്ടില്? പ്രാക്ടീസ് ചെയ്യും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. പുള്ളിക്ക് 2 പാട്ട് പാടി പുള്ളി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നേരം നിർത്തി പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. കള്ളത്തരെല്ലാം പൊളിഞ്ഞല്ലോ. അപ്പൊ പ്രശ്നം കുറച്ചും കൂടി സമയം കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ കൂടുതൽ ഗുണങ്ങൾ കിട്ടും അല്ലേ? സമയം കിട്ടാതെ പ്രശ്നമില്ലല്ലോ. ഇല്ല. സമയമൊക്കെ ഉണ്ട്, വേണമെന്ന് വെച്ചാൽ കിട്ടും. നന്നായി പാടി പാട്ട്, നല്ല ഭാവിയുള്ള പാട്ടുകാരിയാണ്. തൊണ്ടയ്ക്കിടയ്ക്ക് ഡ്രൈ ആയിരുന്നു തൊണ്ട. അതെ അതെ. അപ്പൊ ഇത് വെള്ളം കുടിച്ചില്ലേ ഉടനടി? കുറച്ച് മുമ്പ് കുടിച്ചിരുന്നു. എന്നാലും കുറച്ച് ഡ്രൈനെസ് വന്നു തോന്നുന്നു അല്ലേ? പാട്ട് കേട്ടപ്പോഴേക്ക് തോന്നി. 1-2 സ്ഥലത്ത് ഒരു സംഗതികളൊക്കെ നന്നായിട്ട് പാടിയിടുവാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സംഗതിയൊക്കെ അവിടെ പ്രയോഗിക്കണുണ്ട്. അതിഗംഭീരമായിട്ടുള്ളൊരു സംഗതി.
പിന്നെ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉള്ളു. അപ്പോൾ അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇത് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാറുണ്ടോ? പ്രശ്ന പാടിയത് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കാറുണ്ടോ? ആ, ഇനി അങ്ങനെ ഒരു ഹാബിറ്റ് തുടങ്ങണം. നമ്മൾ പാടിയിട്ട് നമ്മൾ തന്നെ കേൾക്കണം. കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറേ തിരിച്ചറിയാൻ പറ്റും എവിടേക്കാണ് ഇത് കുറവുള്ളതെന്നൊക്കെ ഒന്ന് പറയാനായിട്ട്. ഞാനൊരിക്കൽ ഒരു പാട്ട് നമ്മുടെ മഹാഗായകൻ ദാസേട്ടൻ അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിനോട് പാട്ടൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛോ അതൊന്നിട്ട് സ്ലോ സ്പീഡിൽ കേൾക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ പാടി തന്നെ. അപ്പോഴും നമ്മുടെ കുറവുകൾ നമുക്ക് തിരിച്ചറിയുള്ളൂ സ്ലോ സ്പീഡിൽ. ഇത് സ്ലോ സ്പീഡ് അല്ലെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ തന്നെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും ശ്രുതി പോകുന്നുണ്ടോ, എവിടെയെങ്കിലും പാട്ട് ഒറിജിനൽ ട്യൂണിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനും കുറച്ച് എളുപ്പമുണ്ടാവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ല ഗായികയെ മാറട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മനു ചേട്ടാ. പ്രശ്നക്കുട്ടി എന്തോ സുഖായിരിക്കുന്നോ? സുഖം. പാട്ട് വളരെ ഗംഭീരായിട്ട് പാടി മോള്. താങ്ക് യു സാർ. എനിക്കിതൊന്ന് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ റൗണ്ടിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മോള് കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ സൗണ്ടൊക്കെ മോളുടെ വോയിസൊക്കെ നന്നായി മോൾഡ് ചെയ്ത് നല്ല രസത്തിൽ ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് അനുപല്ലവി ചരണം, അതിൻ്റെ ആ പോർഷനൊക്കെ വളരെ ഗംഭീരമായിട്ട് വന്നു. താങ്ക് യു. അപ്പോൾ പക്ഷെ പപ്പയും മമ്മിയോടും ഒരു കാര്യം പറയാനുള്ളത് പ്രാക്ടീസിൻ്റെ കാര്യമാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് പോരാ കേട്ടോ, അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ ടീച്ചറുടെ അടുത്ത് പോയിട്ടാണോ പഠിക്കുന്നത്, ഓൺലൈനാണോ? ഓൺലൈനായിട്ട്. ഓക്കെ, ഇങ്ങനെയായാലും കുഴപ്പമില്ല, പക്ഷെ പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യണം. അത് കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കണം. കാരണം ആ പ്രാക്ടീസാണ് മോളുടെ കുറച്ചുകൂടെ മോൾഡ് ചെയ്ത് നല്ല സിംഗറായിട്ട് വരുത്തുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞ പോലെ ഈ തുടക്കത്തിലൊക്കെ പാടുമ്പോൾ കുറച്ച് ഡ്രൈനെസ് അല്ലെങ്കിൽ എന്തോ ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നോ ഇന്ന് പാടുമ്പോൾ? എന്റെ തൊണ്ട ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവാറുണ്ടായിരുന്നു. അപ്പൊ ഇനിയെന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റേജിലാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്. പാട്ടൊക്കെ കുറേ കറക്ഷൻസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, കുറേ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇനി കുറച്ചുകൂടെ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യണം പാട്ടൊക്കെ. അച്ഛൻ പറഞ്ഞല്ലോ സ്ലോ സ്പീഡിൽ പാടുക, ഓരോ ഫ്രേസുകൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ കുറേ കൂടെ നമുക്ക് ഇതിൻ്റെ ടിപ്സ് കുറേ അച്ഛൻ തന്നെ പറയാറുണ്ട്, പല സ്ട്രോ ടെക്നിക്ക്, പിന്നെ ബ്രീത്തിങ് ടെക്നിക്ക്. അപ്പോൾ അതുകൂടെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഒരു സിംഗറായിട്ട് വളരാൻ പറ്റും. ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ പാടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം കഴിഞ്ഞ റൗണ്ടിലത്തെ ആ ഒരു ഫ്രഷ്നല്ല ഈ റൗണ്ടിൽ നിൽക്കുന്നത്. അപ്പം അതിങ്ങനെ ഗ്രോത്താണ് കേട്ടോ. പിന്നെ ഈ ചില സ്ഥലങ്ങളിലുള്ള പ്ലാൻസ് പാടുണ്ടായിരുന്നു, സംഗതികൾ. ആ സംഗതികൾ ചില സ്ഥലത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. പക്ഷെ പല്ലവി ആ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് സ്വരസ്ഥാനങ്ങൾ കുറച്ച് ഫ്ലാറ്റ് ആവുന്നുണ്ടായിരുന്നു, കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ചുകൂടെ മൈന്യൂട്ടായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങിലേക്ക് നിങ്ങൾ കിടക്കണം. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പം അതിൻ്റെ വ്യത്യാസം നമുക്ക് അടുത്ത റൗണ്ടിൽ കാണണം. ഓക്കെ, വേറെ ടാലന്റഡ് സിംഗർ, ബ്ലെസ്സഡ് സിംഗറാണ്. എല്ലാ കഴിവുകളും തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കുക. പിന്നെ കുറച്ചുകൂടെ ഈ വക കാര്യങ്ങൾ, ടെക്നിക്കൽ ആസ്പെക്ട്സ് അതുകൂടെ ട്രൈ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. പ്രശ്നയ്ക്ക് കഴിഞ്ഞ റൗണ്ട്സിൽ കണ്ടതിനേക്കാൾ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത് ടെൻഷൻ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന്റെ ഒരു ഫ്രീനെസ് മോൾക്ക് ഈ പാട്ട് പാടും ഒരു ഈസിനെസ് ഉണ്ടായിരുന്നു. നേരത്തെ ഫ്രഷ്നെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ
പേടിയാവും. മോള് ഭയങ്കര ടെൻഷൻ കാരണം വാക്കുകൾ വിഴുങ്ങി പോവുക, അങ്ങനത്തെ ടെൻഷൻ, ഈ ബ്രീത്ത് കിട്ടാതിരിക്കുക, അങ്ങനെ ടെൻഷൻ വരുമ്പോൾ നമ്മളൊന്ന് റെസ്ട്രിക്റ്റഡ് ആവുമല്ലോ, നമ്മുടെ ബോഡി അങ്ങ് സഹകരിക്കത്തില്ല. നമുക്ക് പാടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ബോഡി അതിന് ഒന്ന് ഫ്രീ ആക്കി വിട്ടില്ലെങ്കിലേ സമ്മതിക്കില്ല. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ റൗണ്ടിൽ വന്നപ്പോൾ. ഫ്രഷ്ന കുറച്ചും കൂടി ഒന്ന് ഈസിയായി, ഈ പരിസരമൊക്കെ ആയിട്ട് ഒന്ന് ഇച്ചിരിയും കൂടി ഒരു ഫ്രീ ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഈ പാട്ടിൽ നല്ലോണം ഫീൽ ചെയ്തു. അപ്പം അത് കൺഗ്രാറ്റുലേഷൻ, അത് ഓവർകം ചെയ്ത് മുമ്പോട്ട് വരുന്നുണ്ടല്ലോ, അത് നല്ല കാര്യമാണ് കേട്ടോ. മോള് ടി വിയിൽ കണ്ടോ, പെർഫോമൻസ് ഒക്കെ കണ്ടോ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? സ്വയം കണ്ടിട്ട് എങ്ങനെ തോന്നി? നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടു അല്ലെ? നമ്മളെ തന്നെ ടി വി കണ്ടപ്പോ ഒന്ന് ഇഷ്ടപ്പെട്ടു അല്ലെ? അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ തന്നെ ടി വിയിൽ കാണുക, നമ്മൾ പാടിയ പാട്ടുകൾ എല്ലാരും കാണുക, അവരുടെ അഭിപ്രായങ്ങളൊക്കെ കിട്ടിയോ? ഓക്കെ. എനിക്ക് തോന്നിയ മോളെ ഈ പാട്ട് ലെന്റൻ കാറ്റഗറി വരുന്ന ഒരു സോങ് ആണല്ലോ. അപ്പൊ എനിക്കൊരു സജഷൻ, അമ്മയാണോ ഫാദറാണോ ആരോ സെലക്ട് ചെയ്തത്? അപ്പൊ അമ്മ ഈ ലിറിക്ക് നമ്മൾ നോക്കുമ്പോഴേ ഉദ്ധാനം ചെയ്ത ഈശോയോട് പറയുന്ന പോലത്തെ ഒരു പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉയർത്തെഴുന്നേറ്റ നാഥ. അപ്പൊ ലെന്റൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടി പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷണൽ ഫീൽ എങ്ങനെയാണെന്നും കൂടി ജഡ്ജ് ചെയ്യായിരുന്നു. കുറച്ചും കൂടി ഒരു നമുക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഇല്ലേ, പീഡാനുഭവം, അതിൻ്റെ ഒരു പാട്ട് എടുക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് മോൾ ഇച്ചിരിയോടെ പ്ലസന്റ് ആയിട്ടായി പാട്ട്. കാരണം അതിൻ്റെ ലിറിക്കും എല്ലാം അങ്ങനത്തെ ഒരു സോങ് ആണല്ലോ, ഒരു സങ്കടപ്പാട്ടല്ല. കാരണം ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞ ഈശോയോട് പറയുന്ന കരസ്തുതി ഗീതങ്ങൾ പാടുന്നു, ഉയർത്തെഴുന്നേറ്റ നാഥ ഞങ്ങളെ നടത്തിയിടണേ, അങ്ങനെ ഒരു ആശയമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ഇച്ചിരിയും കൂടി ഒരു പീഡാനുഭവത്തെ കുറിച്ചുള്ളൊരു പാട്ട് എടുക്കാമായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ഒരു പാട്ടുകളാണ് സെലക്ട് ചെയ്തത്. അപ്പം നമുക്ക് മോളുടെ ആ ഒരു ഇമോഷണൽ എങ്ങനെയാണ് മോള് പാടുന്നതെന്ന് അറിയാൻ പറ്റിയേനെ ആ ഒരു കാറ്റഗറിയിലെ. അപ്പം അടുത്ത പ്രാവശ്യം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ. പക്ഷെ അതർവൈസ് മോൾ ഈ പാട്ട് പാടേണ്ട രീതിയിൽ മോള് പാടി. ഈ പറഞ്ഞ പോലെ മോൾക്ക് ആ പ്ലാൻസ് ഒക്കെ വരുന്ന സ്ഥലത്ത് മോള് പാടുന്നുണ്ട്, പക്ഷെ എക്സാക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം മോൾ എന്തോ ഒന്ന് അവിടെ പാടുന്നുണ്ട്, അങ്ങനെ പോരാ. നമുക്ക് ഇനി ഓരോരോ റൗണ്ട്സ് മുമ്പോട്ട് പോകുമ്പം എല്ലാ കുട്ടികളും വളരെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് പാടുന്നത് ഓരോ റൗണ്ട്സിലും. മോൾക്കും ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, പക്ഷേ പ്രാക്ടീസ് ടൈം പോരാ. അത് മോളുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി 5 മിനിറ്റ് 10 മിനിറ്റ് ഇല്ല, അരമണിക്കൂറെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം ഡെയിലി. അതിനൊരു ടൈം വെക്കുക. രാവിലെ അച്ഛൻ എപ്പോഴും പറയുന്ന മോർണിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ടാ. എത്ര മണിക്ക് എണീക്കുക? ഞാൻ ഒരു 8 മണിയൊക്കെ. 8 മണി? അപ്പൊ സ്കൂളിൽ പോകുന്നില്ലായിരുന്നപ്പോ? സ്കൂളിലുള്ളപ്പോ ഞാൻ നേരത്തെ എണീക്കും. ഓക്കെ. ഞാൻ ഇച്ചിരി സ്കൂളിലും പോകുന്നില്ലേ. അമ്മ എത്ര മണിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ എത്ര മണിക്ക് എണീക്കണായിരിക്കും? 6 എണീക്കണം. അപ്പൊ പാട്ട് പാടാനുള്ള ടൈം കിട്ടുവോ? ഒരു അരമണിക്കൂർ? അതാണ് ബേസിക്കലി. 6 മണിക്ക് എണീറ്റ ഒരു അരമണിക്കൂർ 6:30 വരെ പ്രാക്ടീസ് ചെയ്യണം, എന്നിട്ടേ മറ്റു കാര്യങ്ങൾക്ക് പോകാറുള്ളൂ. ഇനി കുർബാനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നിട്ട്, അത് എപ്പോഴാണോ നമുക്കൊരു അരമണിക്കൂർ കിട്ടുന്ന അത് അനുസരിച്ച് മോള് നേരത്തെ എണീക്കണം കേട്ടോ. അപ്പൊ നേരത്തെ കിടന്നാൽ മതിയല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്യണം കേട്ടോ. കാരണം മോൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി ഭയങ്കര വലുതാ. മോൾ ഇപ്പം അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര വാല്യുബിൾ ആണ്. ഈ ലൈഫ് ലോങ് മോൾക്ക് ഓർക്കാവുന്ന ഒരു വേദിയാണത്. അപ്പം അതിനെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ എഫേർട്ട് ഇടണം. ഹോംവർക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ വരുമ്പോൾ അത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് പോരാ. പ്രോമിസ് ചെയ്യുന്നോ? പ്രോമിസ്. ഓക്കെ, ഞാൻ ചോദിക്കും കേട്ടോ അടുത്തതാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഫ്രഷ്ന, ഈ രണ്ടാമത്തെ റൗണ്ടിലെ 3ാമത്തെ ഗാനത്തിന്റെ മാർക്ക് നോക്കാം. സിസ്ലി, ഫ്രഷ്ന പ്രാക്ടീസ് ചെയ്യുവോ? ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു 0.5 കൂടെ തന്ന് 8.5. താങ്ക് യു. മനോജേട്ടാ, പ്രശ്ന പ്രാക്ടീസ് ചെയ്യോ? ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു 0.5 തന്ന് 8.5 തരാം. താങ്ക് യു. അച്ഛാ, പ്രശ്നക്ക് 8.5. അപ്പോ മോൾക്ക് ഈ പാട്ടിൽ ലഭിച്ചിരിക്കുന്നത് 25.5 മാർക്സ് ആണ്. സന്തോഷാണോ? സന്തോഷാണ്. ഓക്കെ മോളെ, അപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ പോയിട്ട് വരൂ, നമുക്ക് അടുത്ത റൗണ്ടിൽ വീണ്ടും കാണാം. ഓക്കെ, ശരി. നമുക്ക് അടുത്തതായിട്ട് ക്ഷണിക്കാം കെവിൻ ജീവൻ. വരൂ.
കെവിൻ കുട്ടാ, എന്തോ പൊക്കമൊക്കെ വെച്ചല്ലോ. ആ വെച്ചു. അയച്ചു. ആഹാ, ഇന്ന് കെവിൻ കുട്ടൻ പാടാൻ പോണത് സെമി ക്ലാസിക്കൽ റൗണ്ടിലുള്ള ഒരു പാട്ടാണ് അല്ലേ? ഫുൾ സെറ്റ് ആണ്. സെറ്റാണ്. ഇത് അപ്പാപ്പനാണോ പഠിപ്പിച്ചതെന്ന്? ഇത് സാറ് സെലക്ട് ചെയ്ത് പിന്നെ മ്യൂസിക് ടീച്ചർ പഠിപ്പിച്ചതാ. അപ്പാപ്പനോ അപ്പനോ അമ്മയോ ആരും ഹെൽപ്പ് ചെയ്തില്ലേ ഇപ്രാവശ്യം? ഇല്ല. അയ്യോ, അതെന്ത് പറ്റി? സെമി ക്ലാസിക്കൽ ആയതുകൊണ്ടാണോ? കുറച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച അമ്മ, പഠിപ്പിച്ചത് മാളവിക മാഡാണ്. ഇപ്രാവശ്യം ടീച്ചറാണ് കംപ്ലീറ്റ് ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇത്രയും നാളും അച്ഛനോ അമ്മയോ അപ്പാപ്പനോ ഇവരൊക്കെ ചേർന്നിട്ടായിരുന്നു. പക്ഷെ ഇത്രയും നാളും കെവിന് എപ്പോഴും നല്ല മാർക്കാ, 27 എപ്പോഴും. അപ്പൊ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞപ്പോ അതിനേക്കാട്ടിലും മാർക്ക് വാങ്ങണം കേട്ടോ. ശരി മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Voice of Goodness Season 3. സരിഗ പനി ശ്രീ വീർലംഗിടും
സഗരി രി രി നി രി രി സ സ സ ഗരി സ ഗരി സ നി പരി സ നി രി സ നി പ ഗരി സ ഗരി രി സരി ഗരി ഗ പ ഗ പ നി പ നി സ ഗ രി സ നി പ നി സ നി പ ഗ സ രി ശ്രീ വിളങ്ങിടും വിമല ജനീശ ആനന്ദ പാലക ആനന്ദ രൂപ നിരുപമമേ തവ അമലമാം പ്രേമമേ നിരുപമമേ തവ അമലമാം പ്രേമമേ ദാസനിൽ നിയതം കാട്ടിടുന്ന തീയായി ഗതി നീ അവനീനാശ്രിതവത്സല അടിയനു മോദാലണി വലത്തൊഴുന്നേ ശ്രീ വിളങ്ങിടും വിമല ജനീശ ആനന്ദ പാലക ആനന്ദ രൂപ ശ്രീ വിളങ്ങിടും വിമല ജനീശ ആനന്ദ പാലക ആനന്ദ രൂപ. കെവിൻ കുട്ടാ, എന്തോ നീ പാടിയ പാട്ടിന്റെ വലിപ്പോ അതിന്റെ ഡെപ്തോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ പാടിയത്? ആ അത് എല്ലാ പാട്ടും പാടിയ പോലെ തന്നെയാണോ മോൻ ഇന്നിപ്പോ ഈ പാട്ട് പാടിയപ്പോഴും ഫീൽ ചെയ്യണേ? ആ ഒരു മാറ്റവും ഇല്ല. കുറച്ചുണ്ട്. എന്താ ആ മാറ്റം? എന്താ കുറച്ചുള്ള മാറ്റം? എന്താ? താളത്തിൽ പോണം, ശ്രുതി മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ സംഗതിയുടെ മര്യാദ കിടക്കണം, പിന്നെ വാക്കുകൾ മര്യാദ. ഓഹോ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൂടുതലായിട്ടുണ്ടെന്നൊക്കെ അറിയാം. ആ അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നോ ഇത് പഠിക്കാനും പാടാനും? കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ നീ പ്രസന്റ് ചെയ്യുന്ന കണ്ട ഞങ്ങൾക്ക് അത് തോന്നുന്നതേ ഇല്ലല്ലോ. ഇത്ര കൂളായിട്ട് നിന്നാ പ്രസന്റ് ചെയ്തത്. ഈ പ്രാവശ്യം എന്തോ പറ്റി നിങ്ങളാരും ഇടപെടാതിരുന്നത്? അച്ഛനും അമ്മയും അപ്പാപ്പനും ഒന്നും വന്നില്ല, ടീച്ചറിന്റെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിച്ചോ ഈ പ്രാവശ്യത്തെ പാട്ട്? പാട്ട് കുറച്ചുകൂടി സെമി ക്ലാസിക്കൽ ആയത് കാരണം നിങ്ങൾ ആരും അങ്ങ് കൈവച്ചില്ല. അതെ അതെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് മോൻ പാടിയത് കേട്ടിട്ട്? നന്നായിരുന്നു. ആണോ? അമ്മയ്ക്ക് സന്തോഷായി? സന്തോഷായി ആണല്ലേ? ഓക്കെ, ശരി. പൊളിച്ചാ ഒരു 5ാം ക്ലാസ്സുകാരനാണ് പാടി ഇങ്ങനെ തകർത്തത് അല്ലേ? സമ്മതിച്ചു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫാദർ. ഗംഭീരമായിട്ട് പാടി. കെവിന്റെ പ്രായവും അതൊക്കെ വെച്ച് നോക്കുമ്പോ വലിയൊരു പാട്ടാണത്. എത്ര നാളെടുത്തത് പഠിക്കാനായിട്ട്? ഇത് ഒരു മാസം. ഒരു മാസം. ഇപ്പോഴും ക്ലാസിക്കൽ പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. എത്ര സമയം പ്രാക്ടീസ് ചെയ്യും ഒരു ദിവസം? ഒരു 20 മിനിറ്റ്. 20 മിനിറ്റ്. അരമണിക്കൂറിൽ എത്തിയിട്ടില്ല? ഇല്ല. എത്തിക്കാൻ പറ്റുമോ? അരമണിക്കൂറാക്കാൻ പറ്റുമോ? പറ്റും. അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അത് ഗംഭീരമാവും കേട്ടോ. സംഗതികളൊക്കെ അവസാനത്തെ സംഗതി എന്ത് ഗംഭീരായിരുന്നു. ലാസ്റ്റ് സംഗതി ഗംഭീരായിട്ട് പാടി. പിന്നെ അതിക്ക് മുമ്പ് സ്വരങ്ങളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ കണക്കൊക്കെ അവസാനമായപ്പോഴേ ശരിക്ക് താളത്തിൽ വന്ന് വീണില്ലേ? അത് ഭയങ്കരമാണ് കേട്ടോ കെവിൻ. ഭയങ്കര നല്ല മിടുക്കനായിട്ട് പാടിയത്. നല്ല സെലക്ഷനാണ് എടുത്തത് കേട്ടോ. അതിലത്തെ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയണമെങ്കിലേ കുറച്ച് പണിയുണ്ട്. അപ്പൊ അതൊക്കെ നന്നായി ഇങ്ങനെ പ്രാക്ടീസ് എടുത്തു. മാഷ് സഹായിച്ചോ? മാഷിന് തിരക്കുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാമിന്റെ. മാഷിന് അപ്പൊ ഒക്കെ കെവിൻ തന്നെ മാനേജ് ചെയ്തു. അല്ലൊരു ടീച്ചറാണ് പഠിപ്പിച്ചു വിട്ടത് അല്ലേ? അതാണ്, മാഷും ഉണ്ട് ടീച്ചറും ഉണ്ട്. ഈ പാട്ട് ടീച്ചറാണ് പഠിപ്പിച്ചത്. എന്നാൽ ഈ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോ കൃത്യമായിട്ട് പറയണ്ടേ? അപ്പൊ അത് കുറെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തോ? പ്രാക്ടീസ് ചെയ്തു. പിന്നെ കെവിൻ അതൊരു പ്രത്യേക പരിശുദ്ധാരൂപിയുടെ ഒരു കയ്യൊപ്പുള്ള പാട്ടുകാരൻ. ഒരു കയ്യൊപ്പുള്ള പാട്ടുകാരനാണ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗംഭീരമായിട്ട് പാടി കേട്ടോ. ഇനിയും ചെറിയ ശബ്ദം താഴേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്തോ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായോ? കുറച്ച് ഡ്രൈ ആയിരുന്നു. അതിന്റെ ചെറിയ വിഷയങ്ങളാണ്. എന്നാലും ഇത്രയും മനോഹരമായിട്ട് പാടി തീർക്കാൻ പറ്റിയല്ലോ. സന്തോഷമുണ്ട് അല്ലേ? സന്തോഷമുണ്ട്. ശരി. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു.
അപ്പോൾ ഇങ്ങനെ ക്ലാസിക്കൽ സാധാരണ പാട്ട് പാടുന്ന പോലെയല്ല, സെമി ക്ലാസിക്കൽ പാട്ട് പാടുന്നത് കുറച്ചും കൂടി ടഫാണ്. അപ്പോൾ കെവിൻ അങ്ങനത്തെ ഒരു ടഫായിട്ടുള്ള പാട്ടെടുത്ത് കൈകാര്യം ചെയ്യുന്നൊക്കെ പറയുന്നത് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി വിവരങ്ങളിലേക്ക് പോകട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. താങ്ക് യു. മനോജ് ചേട്ടാ. കെവിൻ കുട്ടാ, എന്താ നീ പാട്ട് പാടി തുടങ്ങി അപ്പൊ തൊട്ട് ഞാൻ ചിരിക്കായിരുന്നു. സാധാരണ നമ്മൾ തമാശയൊക്കെ പറയുമ്പോഴാണ്, കോമഡി ഒക്കെ കേൾക്കുമ്പോഴാണ് ചിരിക്കാറ് അല്ലേ? പിന്നെ വേറെ സന്ദർഭങ്ങൾ ചിലപ്പോൾ ഈ പാട്ടിൽ തന്നെ ചിലവരിങ്ങനെ മോശമൊക്കെ ആയിട്ട് പാടുമ്പോൾ നമുക്കതൊരു തമാശയൊക്കെ ആയിട്ട് തോന്നും, അങ്ങനെ ചിരിക്കും. പക്ഷെ ഈ ഞാൻ ചിരിച്ചത് എന്തിനാണെന്നറിയോ? മോൻ അതിഗംഭീരായിട്ട് പാടി. ഹാറ്റ്സ് ഓഫ് ടു യു. എന്നാ പാട്ടാ! ഞങ്ങളിത് ഇവിടെ എല്ലാവരും ഇരുന്ന് ചിരിക്കായിരുന്നു. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരിരുന്ന് ചിരിക്കുന്നുണ്ട്. എനിക്കത് എല്ലാവരും സന്തോഷിക്കുകയാണ്. മോനി പാട്ട് പാടുമ്പോഴേ എല്ലാവരും ഇരുന്ന് എൻജോയ് ചെയ്യാണ്. ഞാനൊരു ഡോട്ട് പോലും ഇതിൽ എഴുതിയിട്ട് ഞാനിങ്ങനെ ഇരുന്നൊരു കച്ചേരിയൊക്കെ കേൾക്കില്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു പ്രൊഫഷണൽ സിംഗർ ദാസന്റെ കച്ചേരിയോ അല്ലെങ്കിൽ വേറെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന ആ ഒരു ലാഘവത്തോടെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു മോൻ്റെ ഈ പാട്ട്. താങ്ക് യു സർ. എന്താടാ അടിപൊളിയായി മോനെ. എന്താ വെച്ചാ നല്ല അനുഗ്രഹമുള്ള സിംഗറാണ് മോൻ. പിന്നെ മോൻ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഒരു എനർജിയാണ് കണ്ടോ. ഇവിടെ ടോട്ടൽ ക്രൂ ഉണ്ട്, ഓർക്കസ്ട്ര ചേട്ടന്മാരുണ്ട്, എന്തുമാത്രം ആൾക്കാരാണെന്നറിയോ. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കോരി തിരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഭയങ്കര ഉഷാറായിട്ട് നിങ്ങളുടെ ആ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ അപ്രോച്ചൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭയങ്കര എനർജിയും ബൂസ്റ്റൊക്കെ തരികയാണ് കേട്ടോ. ആ എൻ്റെ മോനെ എന്തായാലും ഗംഭീരമായിട്ട് പാടി. എത്ര നാളായി ക്ലാസിക്കൽ പഠിക്കുന്നു? 4 years ആയി. 4 years ആയി. ഇപ്പം 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അത് പാടുന്നത് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ ഇരുന്ന് സിസിലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഓരോ പ്ലാൻസും ഓരോ ഫ്രൈസസൊക്കെ എടുക്കുമ്പോൾ നമ്മളിരുന്ന് ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട്. ആ ഒരു ജോയ് എന്ന് പറയും, നമുക്കൊരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ജോയ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് സ്മൈൽ ചെയ്യാൻ പറ്റുന്നത്. യു പുട്ട് സ്മൈൽ ഓൺ എവരി വൺസ് ഫേസ്. എന്തായാലും നല്ല അനുഗ്രഹമുണ്ട് മോനെ. പിന്നെ കുറേ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലൊക്കെ കുറേ കടിച്ച പൊട്ടാത്ത വേർഡ്സ് ഒക്കെ ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു അവനത് വായിക്കാനോ അറിയോ, എഴുതാനൊക്കെ പറ്റുമോ? പറ്റൂല്ലേ? ഓക്കെ. എന്തായാലും അതൊക്കെ എന്താ പറയുക, സമർത്ഥമായിട്ട് അതൊക്കെ ഒരുവിധം പാടി പ്രതിഫലിപ്പിച്ചു. കാരണം അനുപല്ലവി ചരണമൊക്കെ വരികളൊക്കെ അത് പാടും വേണം, അത് ഇത്തിരി സ്പീഡിൽ പോകുന്ന വാക്കുകളൊക്കെയാണ്. അതൊക്കെ ഇങ്ങനെ അനായാസമായെടുത്ത് ഇങ്ങനെ വിളയാടാണ്. വാവ് കെവിൻ കുട്ടാ, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. മനസ്സ് നിറഞ്ഞ പെർഫോമൻസ്. താങ്ക് യു സർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി മുന്നോട്ട് പോകണം, ഭാവിയിൽ നല്ലൊരു സിംഗറായിട്ട് വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി. കെവിൻ കുട്ടാ, എന്താ ഞാൻ എന്താ പറയാ, വന്നിങ്ങനെ കെട്ടിപ്പിടിക്കാനുള്ള സന്തോഷാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. ഇങ്ങനെ ഞാൻ ഇവിടെ നിന്നോണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കേട്ടോ. അത്രയ്ക്കും അങ്ങ് ഹൃദയം നിറഞ്ഞു മോൻ പാടിയപ്പോ. ഹൃദയവും മനസ്സും എല്ലാം നിറഞ്ഞു. ഇത്ര ഗംഭീരമായിട്ട് പാടി മോനെ. ഒരു മിറക്കിളായിട്ടാണ് എനിക്കിതൊക്കെ തോന്നുന്നത്. കുട്ടികളല്ലേ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടുക എന്ന്. ഞാൻ മോന് മറ്റേ റൗണ്ട്സ് ഒക്കെ പാടുമ്പം ആ റൗണ്ട്സ് ഒക്കെ മോൻ നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷേ സെമി ക്ലാസിക്കൽ എങ്ങനെയായിരിക്കും കെവിൻ കുട്ടൻ പാടുന്നതെന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം മോൻ ചെറുതാണ്, അപ്പം മോൻ എടുത്താൽ പൊങ്ങുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നിഷ്പ്രയാസം ആ പാട്ടുകളൊക്കെ പാടുന്ന ഈസിനെസ് എന്നാ പിടിച്ചോ എന്നുള്ള നിലയ്ക്കാണ് പാടുന്നത്. ആ ഒരു സംഗതികളൊക്കെ പാടുമ്പോൾ പോലെ ഈ കൊച്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത്. ആ കൃത്യമായിട്ടാണ് സ്വരസ്ഥാനങ്ങളാവട്ടെ എന്തും ആവട്ടെ, ഇതിനൊരു ഈസി പാട്ടൊന്നും എടുക്കാതെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സോങ് സെലക്ട് ചെയ്ത് ഈസി ആയിട്ട് വന്ന് ഡെലിവറി ചെയ്യാണ്. ഇതൊരു മിറക്കിളാണ് കേട്ടോ. ദൈവത്തിൻ്റെ വലിയൊരു ഗ്രേസും അനുഗ്രഹവും ഒക്കെ ഉണ്ട്. കെവിൻ എങ്ങനെയാ പാട്ട് പഠിക്കാൻ സമയം എടുക്കുമോ അതോ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുമോ പാട്ടുകൾ? പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും മാം. പെട്ടെന്ന് പഠിക്കും, പറയും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ടൈപ്പാണ്. അവന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും, സ്വരങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഈ പാട്ട് പഠിക്കാനും അങ്ങനെ ഈസി ആയിട്ട് എടുത്തോ അതോ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നോ?
തുടക്കം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ രാഗമൊക്കെ അവൻ ഓൾറെഡി പഠിച്ചതുകൊണ്ട് അങ്ങനെ ടഫായിരുന്നില്ല. എന്നാലും തുടക്കം ഒരു ചെറിയ ബുദ്ധിമുട്ട്, പിന്നെ അങ്ങ് ഈസി ആയി തുടങ്ങി. പിന്നെ ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുമോ കെവിന്? ചെയ്യിപ്പിക്കും മാഡം. ഓക്കെ ഓക്കെ. അല്ല, ഈ പ്രായത്തിൽ നിങ്ങളും കൂടെ പുഷ് ചെയ്യണം, ബിക്കോസ് അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലല്ലോ. പക്ഷെ അവന് ഇൻബോൺ ആയിട്ടൊരു ഭയങ്കര ടാലൻ്റ് ഉണ്ട്. അതിൻ്റെ ആ ഒരു ഈ റിസൾട്ടാണ് നമ്മൾ ഈ റൗണ്ട്സിൽ കാണുന്നത്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയം നിറഞ്ഞു കെവിൻ കേട്ടോ. അപ്പോൾ ഇത് കീപ്പപ്പ് ചെയ്ത് പോകണം നമുക്ക്. ഈ റൗണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു വേദിയിൽ നമുക്ക് മെലഡി ഡിവോഷണൽ സോങ്സ് അല്ലാണ്ട് ഇങ്ങനൊരു റൗണ്ട് വന്നതുകൊണ്ടാണ് മോൻ ഇതും പാടാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായതേ. അപ്പം അങ്ങനെ ഒരു റൗണ്ടൊക്കെ നമ്മൾ ഓരോ പരീക്ഷണങ്ങളാണല്ലോ നിങ്ങളുടെ ഉള്ളിലെ ടാലൻറ്റ് മനസ്സിലാക്കാൻ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് മോൻ ഇതും പാടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും മുൻപോട്ട് നന്നായി പാടാൻ കഴിയട്ടെ. ഹാറ്റ്സ് ഓഫ് ടു യു മോനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു കെവിൻ കുട്ട. എല്ലാ പ്രാവശ്യം ഇവരൊക്കെ പഠിപ്പിച്ചു തരുമ്പോ മോൻ എപ്പോഴും 27 താഴെ മാർക്ക് മോന് പോയിട്ടേയില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്നു കഴിയുമ്പോഴത്തേക്ക് അതിനേക്കാട്ടിലും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോൻ ഇനി ടീച്ചർ പഠിപ്പിച്ചാൽ മതി എന്ന് പറയോ, അതോ അച്ഛനും അമ്മയും ഗ്രാൻഡ് ഫാദറും പഠിപ്പിച്ചാൽ മതി എന്ന് പറയോ? രണ്ടുപേരും പഠിപ്പിക്കണം. എന്തായാലും എല്ലാരും കൂടെ എന്നെ പഠിപ്പിച്ച് വേണം സ്റ്റേജിൽ വിടാൻ, അല്ലേ? എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം അവരുടെ എല്ലാവരുടെ അടുത്തും പറയണം കേട്ടോ. ഇന്ന് വന്നില്ലല്ലോ മറ്റേ ഗ്രാൻഡ് ഫാദറും മദറും ഒന്നും. അപ്പൊ അവരോടും പറയണം കേട്ടോ. മാർക്ക് ചോദിച്ചാലോ? ചോദിക്കാം. സിസ്ലി, എത്ര മാർക്കാണ്? കെവിന് ഇത് കുറച്ച് എങ്ങനെയാ മാർക്ക് തരിക? ഇത്രയും ഗംഭീരമായിട്ട് പാടിയിട്ട് ഞങ്ങൾക്ക് ഫുൾ തരണം എന്നുണ്ട്, പക്ഷെ അത്രയും തരാനുള്ള അനുവാദം ഞങ്ങൾക്ക് ക്രൂവിൽ നിന്നില്ല. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന 9.5. താങ്ക് യു മാം. മനോജ് ചേട്ടാ, എൻ്റെ അവസ്ഥ തന്നെയാണ്. നന്നായി മാർക്ക് തരുന്നുണ്ട്. പിന്നെ അത് 0.75 എന്നൊക്കെ പറയുമ്പോൾ രമ്യക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് മോനെ. 9.5. താങ്ക് യു സർ. അച്ഛാ, കെവിൻ അത് ഗംഭീരമായിട്ട് പാടി. 9.5. താങ്ക് യു ഫാദർ. താങ്ക് യു. സന്തോഷായോ? സന്തോഷായോ? അപ്പൊ എത്ര മാർക്ക് കിട്ടി? 28.5. മതിയോ? നന്നായിട്ട് പാടി. ഇത്രയും കമന്റ്സ് ഒക്കെ ഞങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ ഇത്രയും മതിയോ? കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയാൽ കൊണ്ടുപോകാനുള്ള ഇത് കേട്ടാണോ, പെട്ടി കേട്ടാണോ വന്നിട്ടില്ലേ? എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു, അവന്റെ റെസ്പോൺസ് ഒന്ന് അറിഞ്ഞിട്ട് ചോദിക്കാന്ന് ഓർത്തിട്ട്. മോനെ ചോദിച്ചോ, മോനെ അവര് തരും. ചോദിക്കടാ. ചോദിക്കാണ്ട് തന്നെ ഒരു 1/2 മാർക്ക് കൂടെ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച്. അപ്പൊ വേറൊരു കുട്ടിയും വന്നു, ഒപ്പം ദേ മോനുമാണ് വന്ന് നിൽക്കുന്നത്. നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നീയാണ് ഇപ്പൊ ഫസ്റ്റ് വന്ന് വേറൊരാളും ഉണ്ട് കൂടെ. അപ്പൊ ഒരുപാട് സന്തോഷമായല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ തന്നെ എപ്പോഴും ഇവിടെ വരാറുള്ളതാണ്. മുത്തശ്ശനും മോന്റെ മുത്തശ്ശനും അമ്മയുടെ അടുത്ത് പറയണം കേട്ടോ. അപ്പൊ മോനെ പോയിട്ട് വരൂ, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും കെവിൻ കുട്ടന് വേണ്ടിയിട്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, ബൈ. എന്ത് വാശിയേറിയ മത്സരമാണല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കണ്ടസ്റ്റന്റും ഓരോ അവരുടെ പെർഫോമൻസും ഒന്നിനൊന്നും മെച്ചപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാ അടുത്ത് വരാൻ പോകുന്ന കുട്ടിയത് ഈക്വലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു മോളാണ്. ക്ഷണിക്കാം നമുക്ക് ആൻ മെരിയ. ഹലോ ആൻ. ഹലോ മാം. സുഖമായിട്ടിരിക്കുന്നല്ലോ? ഈ പാട്ട് ലെൻറ്റൻ കാറ്റഗറി ആണല്ലേ? ഈ പാട്ടിനും എന്തായാലും തൊട്ടു മുന്നേ കെവിന് ലഭിച്ച പോലത്തെ നല്ല ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് തന്നെ എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പാട്ടിന് ശേഷം കാണാം. നിറയും സ്നേഹത്താൽ കുരിശിലേറി
നിറയും സ്നേഹത്താൽ കുരിശിലേറി മരണം മർത്യർക്കായി വരിച്ചവനേ, എരിയും സ്നേഹത്താൽ ഹൃദയസൂനം കുരിശിൽ മക്കൾക്കായി തുറന്നവനേ, നിറയും സ്നേഹത്താൽ കുരിശിലേറി മരണം മർത്യർക്കായി വരിച്ചവനേ, എരിയും സ്നേഹത്താൽ ഹൃദയസൂനം കുരിശിൽ മക്കൾക്കായി തുറന്നവനേ. ആൻഡ് മരിയ, നന്നായിട്ട് പാടാൻ പറ്റിയല്ലേ? റിലാക്സ്ഡ് ആയി പോന്ന ആയി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ പാട്ട്? ഇഷ്ടപ്പെട്ടു. മോള് നന്നായിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലേ വീട്ടില്? അല്ലേ? ഞാൻ എപ്പോഴും ആന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പാട്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാറുമുണ്ട്. ശരി, മനോജ് ചേട്ടാ. ആൻമരിയ, സർ, ആൻമരിയ വളരെ ഭംഗിയായിട്ട് പാടി ഈ പാട്ട്. കൺഗ്രാറ്റുലേഷൻസ്. പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ, പഠിക്കുന്നില്ലേ? എത്ര സമയം പ്രാക്ടീസ് ചെയ്യാറുണ്ട്? അരമണിക്കൂർ. അരമണിക്കൂർ? ഒരു ചിരിയാണല്ലോ. അമ്മോട് ചോദിച്ചാ പറയും. എത്ര സമയം പ്രാക്ടീസ് ചെയ്യാറുണ്ട്? ഇപ്പൊ നേരത്തെ ക്ലാസ്സിൽ പോകും, അപ്പോ കുറച്ച് സമയം കുറവാണ്. ആണല്ലേ? കാരണം ഇവിടെയൊക്കെ ഇപ്പോ പ്രാക്ടീസിന്റെ കാര്യം പാരന്റ്സിന്റെ അടുത്ത് ചോദിച്ചാൽ കൃത്യം അറിയാം. പക്ഷെ മോളെ നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മോളുടെ പാട്ട് വളരെ വിശേഷമായിരിക്കുന്നു. മോളുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ മോളുടെ വോയിസ് ആണ്. അത് നല്ല ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഈ പാട്ടിന് വേണ്ട ഒരു 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 സോൾഫുൾ സിംഗിങ്, ദാറ്റ് വാസ് നൈസ്. അതിൻ്റെ ഡൈനാമിക്സ് ആണെങ്കിലും അതിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ തന്നെ വളരെ രസമായിട്ട്, വളരെ ആ ഒരു ലണ്ടൻ സോങ് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫീല് മൊത്തം ഉണ്ടായിരുന്നു മോളുടെ പാട്ടിൽ. ഇത് എത്ര ദിവസങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്നു ഈ പാട്ട്? 1 മാസം. ആണല്ലേ? ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പള്ളികളിലൊക്കെ പാടുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് താങ്ക്സ്. പിന്നെ കുറച്ച് പാട്ടിലോട്ട് കുറച്ചുകൂടെ ഡീറ്റെയിലേക്ക് വരികയാണെങ്കിൽ, ചില സ്ഥലങ്ങളിലൊക്കെ ബ്രത്തിൻ്റെ ഇതുണ്ടായിരുന്നോ? ത്രോട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം ചില സ്ഥലങ്ങളൊക്കെ പ്രത്യേകിച്ച് തുറന്നവനെ അവിടെയൊക്കെ ലാൻഡിങ് നോട്ടൊക്കെ പെട്ടെന്ന് ഷാർപ്പായി പോയി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പം നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ഒരു വേറൊരു ലെവലായി കഴിഞ്ഞു. ഇപ്പം നമ്മൾ ആദ്യം മോളോടെ പാടാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുറേ കൂടെ നമ്മൾ അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിലേക്ക് പോകണം. അപ്പോഴാണ് പാട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് കുറേ കൂടെ ഭംഗിയായിട്ട് പാടാൻ സാധിക്കുക കേട്ടോ. അപ്പം അതിന് നമ്മൾ സാധാരണ പറയുന്ന പോലെ സ്ലോ പ്രാക്ടീസ്, അത് റെക്കോർഡ് ചെയ്യുക, അത് കേൾക്കുക. അപ്പം അതിന് നമുക്ക് നമ്മുടെ തന്നെ ജഡ്ജായിരിക്കണം നമ്മൾ. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റിദ്ധരുത്താൻ പറ്റും. പിന്നെ കുറേ കൂടെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ്. 1-2 സ്ഥലങ്ങൾ അങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പം ഞാനത് ആസ് എ ടോട്ടൽ ഹോളായിട്ട് പറയാണ്. അങ്ങനത്തെ ഡീറ്റെയിൽസ് കുറേ കൂടെ ശ്രദ്ധിക്കണം. അതർവൈസ് യു ആർ എ ബ്ലെസ്സഡ് സിംഗർ, വെരി ടാലൻറ്റഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മൈ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി. ആൻഡ് മരിയ, യെസ് മാം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉള്ളതുകൊണ്ടാണോ അങ്ങനെ ഒരു ഉൾവലിവുണ്ട് സ്റ്റേജിൽ വരുമ്പം? ചെറുതായി. നേരത്തെ നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ടെൻഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പാട്ട് കേട്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് നമ്മുടെ പാട്ടിനെയും എഫക്റ്റ് ചെയ്യും. ആൻമരിയ കുറച്ചും കൂടിയൊക്കെ ഫ്രീ ആവാം കേട്ടോ. നമുക്ക് ഇപ്പൊ സ്റ്റേജ് ഒക്കെ ഫെമിലിയർ ആയല്ലോ. ഇപ്പൊ നമുക്ക് ഈ കാറ്റും ലൈറ്റും ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് ഇനി നമ്മൾ വരണം. അപ്പോഴാണ് ആൻമരിയയുടെ ഫുൾ ആയിട്ടുള്ള ആ പൊട്ടൻഷ്യൽ നമുക്ക് പാട്ടിൽ ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് തോന്നിയ ടെൻഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചെറിയ ടെൻഷൻ ഉണ്ട്. അതിൻ്റെതായ കുറച്ച് ഫ്ലോസ് മാത്രമേ ഈ പാട്ടിൽ വന്നിട്ടുള്ളൂ. പക്ഷെ ലെൻറ്റൻ, ഈ പറഞ്ഞ പോലെ ലെൻറ്റന് പറ്റിയൊരു സോങ് സെലക്ഷൻ, നല്ല സോങ് സെലക്ഷൻ. മോൾക്ക് ഈ എന്താ ഈ ആശ്രിതർക്കായി ആ വാക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട്. മോളത് നല്ല ക്ലിയർ ആയിട്ടാണ് ആ ലാസ്റ്റ് വരെയും ഉള്ള ആയി ആണോ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതിന് ആ കൊടുക്കുന്ന ശ്രദ്ധയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. എനിക്ക് ആകെ തോന്നിയ ഒരു പ്രശ്നം ശ്രുതി.
ശ്രുതി അവിടെ എവിടെ 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 മോൾക്ക് ഫീൽ ചെയ്തോ? പ്രത്യേകിച്ച് ആ തുടങ്ങിയ സ്റ്റാർട്ടിങ് പല്ലവിയിലെ ഒന്ന് ആ 4 ലൈൻ ഒന്ന് പാടുവോ? നിറയും സ്നേഹത്താൽ കുരിശിലേറി മരണം മർത്യർക്കായി വരിച്ചവനെ, എരിയും സ്നേഹത്താൽ ഹൃദയസൂനം കുരിശിൽ മക്കൾക്കായി തുറന്നവനെ. ആ അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് പാടി. തുറന്നവനേന്ന് പാടുന്ന അവിടം വരെ നമുക്ക് ശ്രുതി കറക്റ്റ് ആയിരിക്കണം. അവിടെ മോള് മൈക്ക് എടുത്ത് ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്ക് ആ ശ്രുതി ഫ്ലാറ്റായി പോകുന്നുണ്ട്. അപ്പൊ ആ പാടി നിർത്തുന്നിടം വരെ ശ്രുതി മെയിൻറ്റെയിൻ ചെയ്ത് പാടണം. ആ പല്ലവി മാത്രം, ഒരു സ്റ്റാർട്ടിങ് മാത്രമേ നമുക്കത് ഫീൽ ചെയ്തുള്ളൂ. ലാസ്റ്റ് പല്ലവി ആയപ്പോഴത്തേക്കിനും ശ്രുതിയൊക്കെ ബാലൻസ്ഡ് ആയിട്ട് വന്നു കേട്ടോ. അപ്പൊ മോളെ കൊണ്ട് പറ്റും. പിന്നെ എന്തോ ഒരു ടെൻഷനോ എന്തോ ഒരു ഉള്ളിലുള്ള എന്തോ ഒരു കാര്യമാണ് അതൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം. അതൊന്ന് വിട്ട് കഴിഞ്ഞാൽ മോൾ അടുത്ത റൗണ്ട്സിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഇനി കാണേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത തവണ ഇതിൽ നന്നായിട്ട് പാടാൻ കഴിയട്ടെ. നന്നായി പാടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. പൊളിച്ച ആൻമരിയ വളരെ ഭംഗിയായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. നല്ലൊരു ഡിസിപ്ലിൻഡ് സിംഗിങ് ആണ്. നല്ല ശബ്ദം. ആ ശബ്ദം നന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ പാട്ട് വളരെ ഒരു സിമ്പിൾ ട്യൂണാണ്. സിമ്പിൾ ട്യൂൺ, പ്രത്യേകിച്ച് ലണ്ടൻ സീസണിൻ്റെ തീം ഡീൽ ചെയ്യുന്ന നല്ലൊരു ഫീലുണ്ട് പാട്ടിൽ. വളരെ ലളിതമായിട്ട് പാട്ടാണെങ്കിലും പാട്ടിൽ നല്ലൊരു ഫീലുണ്ട്. ആ ഫീല് കൊണ്ടുവരാനായിട്ട് ആൻമരിക്ക് കുറെ പറ്റിയിരുന്നു. ഈ ആമയ പീഡിതരെ എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ല ഐഡിയന്റെ ആമയ വളരെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നവർ. നോക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റെഫർ ചെയ്തിരുന്നു. വെരി ഗുഡ്. അല്ല, നമ്മൾ പാടുമ്പോൾ നമുക്ക് അർത്ഥം കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതാണ്, അർത്ഥം അറിയില്ലെങ്കിൽ നമുക്ക് അത്ര ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അർത്ഥമൊക്കെ അപ്പൊ അതിനുവേണ്ടി നന്നായി ഒരുങ്ങിയിട്ടുണ്ട്. എത്ര നാളായി പാട്ട് പഠിച്ചൊരുങ്ങിയിട്ട്? 1 മാസം. 1 മാസം നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ നിങ്ങള് ഡീറ്റെയിൽസിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങണമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പാട്ട് മാത്രമല്ല, ടെക്സ്റ്റ്, അതും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ ഉച്ചാരണ ശുദ്ധി പറയാറുണ്ട്. അതുപോലെ തന്നെ അർത്ഥം, പാട്ടിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇമോഷൻ, പാട്ടിൻ്റെ ഇമോഷൻ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നത് പാട്ടിൻ്റെ അർത്ഥം അറിയുമ്പോഴാണ്. പ്രത്യേകിച്ച് അത് നമ്മളധികം കേൾക്കാത്തൊരു വാക്കാണല്ലോ ആമയ പീഡിതരെന്നൊക്കെ പറയും. അപ്പോൾ എഴുതുന്ന ആളുകൾ എപ്പോഴും അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ആർക്കും പരിചയമില്ലാത്ത പുതിയ വാക്കുകളൊക്കെ അവർ കൊണ്ടുവരാൻ നോക്കുന്നത് ഒരു പുതുമയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും. അപ്പം എന്തെങ്കിലും നല്ല ആശംസകൾ നേരുന്നു. ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ല, അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റും. ഇനിയും കൂടുതൽ ഒരുങ്ങുക, പ്രാക്ടീസ് നന്നായി എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉയരാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഇന്ന് എത്ര മാർക്കാണ് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? അങ്ങനെയൊന്നുമില്ല. മത്സരിക്കാൻ വരുമ്പോ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ലേ മോള്, എനിക്ക് ഇന്ന് ഇത്ര ഈ ലെവലിൽ എന്തായാലും പാടണം, ഇത്ര മാർക്ക് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ഒന്നും വിചാരിക്കാറില്ല? മാക്സിമം എനിക്ക് പറ്റുന്നത് ചെയ്യണം എന്നേ വിചാരിക്കുന്നുള്ളൂ, അല്ലാതെ മാർക്കിന്റെ ഒരു ലെവൽ മനസ്സിൽ കണ്ടിട്ടില്ല? ഏകദേശം നല്ല മാർക്ക് വേണം. നല്ല മാർക്ക് വേണം. ആ നല്ല മാർക്ക് ഒന്ന് ഉദ്ദേശിച്ച എത്രയാ? അങ്ങനെയൊന്നുമില്ല. ശരി, നോക്കാം. പൊളിച്ച ആൻമരിക്ക് 8.5. മനോജ് ചേട്ടാ? ആൻമരിയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അതിന്റെ ഡീറ്റെയിലിലൊക്കെ പോയി നന്നായി പ്രാക്ടീസ് ചെയ്ത് വരില്ലേ? അപ്പൊ അതിനുവേണ്ടി 0.5 കൂട്ടി 9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി 8.5. താങ്ക് യു മാം. അപ്പം ആൻമരിക്ക് ലഭിച്ചിരിക്കുന്നത് 26 മാർക്സ് ആണ് 30-ല്. ഇഷ്ടപ്പെട്ടോ ഈ മാർക്ക്? ഓക്കെ. ആൻമരിക്ക് എപ്പോഴും ഒരു 25 എബോവ്, നമ്മൾ ഡിസ്റ്റിങ്ഷനിൽ വരുന്ന കുട്ടികൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാറ്റഗറിയിലുള്ളതാണ്. എപ്പോഴും നല്ല മാർക്ക് വാങ്ങുന്ന ഒരാളാണ് അല്ലേ? അതേപോലെ തന്നെ അപ്പൊ ഇന്നും നല്ലൊരു പാട്ട് പാടി നല്ല മാർക്കും വാങ്ങി. അപ്പൊ ആൻമരിയാൻ പോയിട്ട് വരും, നമുക്ക് വീണ്ടും കാണാം. ശരി. അങ്ങനെ വാശിയേറിയ മെച്ചപ്പെട്ട പാട്ടുകളോട് കോർത്തെനിക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം അല്ലേ? അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ബൈ.
മോള് പാടുമ്പോൾ ഒരു ഒരു ഗ്രേസ്, ഒരു കൃപ ഇങ്ങനെ ഒഴുകുന്ന മാതിരി ഫീൽ ചെയ്യും. മോൾ എപ്പോൾ പാടിയാലും ആ ഒരു കൃപയുണ്ട്. ഇനി അടുത്ത റൗണ്ടിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ഒരു പെർഫെക്ഷനിൽ, കൂടുതൽ പെർഫെക്ഷനിൽ കേൾക്കാൻ പറ്റും നമുക്ക്. എന്താ പറയുക, നല്ല ഈ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് ഈ പാട്ടിലുണ്ടായിരുന്നു. താങ്ക് യു സർ. ആവേശത്തിരയത് ഉയരുകയോ ആത്മാവിലലയടിയായി ഇമ്പമൃദു തന്ത്രികളുണരുന്നു സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം ആദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായു പോകാം പാടാം മേളം, വായു പോകാം പാടാം മേളം, നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായി ഉയരുക നാം, തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൽ ആത്മനിറവാൻ താളമികവാൻ യേശുവേ